ഇന്ന് എൻ്റെ സെക്കൻഡ് സർജറിക്ക് അഡ്മിറ്റ് ആകാൻ പോകുന്ന ദിവസമാണ്. നാളെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേയാണ്. അപ്പോൾ നാളെ ഞാൻ ഉണ്ടാകത്തില്ല, എൻ്റെ സർജറി നാളെയുണ്ട്. ഇന്ന് അവൻ്റെ ബർത്ത്ഡേക്കുള്ള സാധനങ്ങൾ ജസ്റ്റ് ഒരു ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള സംഭവം പ്രിപ്പയർ ചെയ്ത് മമ്മീനെ ഏൽപ്പിച്ചിട്ട് പോകാൻ, അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു തട്ടിക്കൂട്ടൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി. എന്നിട്ട് പോയി അഡ്മിറ്റായി. പപ്പ കൊണ്ടുവന്ന് അഡ്മിറ്റാക്കി. ചേട്ടന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് പോയേക്കുമായിരുന്നു. അപ്പോൾ അഡ്മിറ്റായി അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ലെഫ്റ്റ് ഹാൻഡിലാണ് എൻ്റെ ചെയ്യുന്നത്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഈ ഭാഗത്തായിരിക്കും സ്കാർഫ് വരാൻ പോകുന്നത്. അതിനുവേണ്ടി ബ്ലഡ് ടെസ്റ്റൊക്കെ കളക്ട് ചെയ്തു. ഫസ്റ്റ് പ്രൊസീജിയർ അതാണ്. സർജറിക്കുള്ള ബ്ലഡ് അവർ കളക്ട് ചെയ്യും. അതിൻ്റെ എക്സാമിനേഷനൊക്കെ കൊണ്ടുപോകും ബ്ലഡ്. അത് കഴിഞ്ഞ് എക്സ്റേക്ക് കൊണ്ടുപോവാണ് എന്നെ. എക്സ്റേ റൂമിൽ വെച്ച് എടുത്തൊരു ഷോട്ടാണത്. എക്സ്റേ എടുത്ത് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ECG എടുക്കും. ECG എല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാം ഓക്കെ ആണോ നോക്കി കഴിഞ്ഞ് ചെസ്റ്റൊക്കെ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടോ നോക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ബിഫോർ സർജറി ഈ എക്സാമിനേഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യും. അത് കഴിഞ്ഞ് വന്നപ്പോൾ ബ്രദർ അവിടെ നിന്ന് വിളിച്ചു. കുഞ്ഞും ഉണ്ടായിരുന്നു. കുറച്ച് നേരം അവരോട് സംസാരിച്ചു. അടുത്ത ദിവസത്തെ വീഡിയോ ആണ്. സർജറിക്ക് പോകണേക്കും മമ്മീനെ വിളിച്ചൊന്ന് സംസാരിച്ചു. മമ്മീനെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അതിന് ശേഷം കുറച്ച് നേരം എനിക്ക് ഒരു ഇത് തന്നു, ഇൻഹലേഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഇൻഹലേഷൻ ഒരു പൈപ്പ് ഒക്കെ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് പ്രിപ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ബ്ലഡ് വന്നു. തിയേറ്ററിലേക്ക് കൊണ്ടുപോകാനുള്ള ബ്ലഡ് വന്നു. ബ്ലഡ് റെഡിയാക്കുവാണ് ആ ചേച്ചി. അത് കഴിഞ്ഞ് ബെഡിൽ കിടത്തി എന്നെ ടൈ ചെയ്തു പയ്യെ നമ്മൾ തിയേറ്ററിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞ് തിയേറ്ററിലേക്കുള്ള എൻട്രി, അതിൻ്റെ ലിഫ്റ്റിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിനുശേഷം ഇപ്പോൾ സർജറി കഴിഞ്ഞ് വന്ന് റൂമിൽ കിടക്കുന്നതാണ് ഈ കാണുന്നത്. എൻ്റെ കൈയൊക്കെ തൂക്കിയിട്ടേക്കുവാണ്. ഭയങ്കര അത്യാവശ്യം നല്ല പെയിൻ ഉണ്ടായിരുന്നു. ആദ്യത്തെ വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു റിലീഫ് ഉണ്ടെങ്കിലും പക്ഷെ നല്ല പെയിനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം കെട്ടിയിട്ടു. കുറച്ച് നേരം പിന്നെ അല്ലാതെ തന്നെ കൈ കഴിക്കുമ്പോൾ ഞാൻ താഴോട്ട് വയ്ക്കുമായിരുന്നു. കുറച്ച് നേരം നോർമൽ വെച്ചിട്ട് പിന്നെയും ഇതേപോലെ തന്നെ കൈ മുകളിൽ കെട്ടി വയ്ക്കുമായിരുന്നു. അങ്ങനെ കഴിഞ്ഞു. പിന്നെ കുഞ്ഞവിടെ അന്വേഷണം തുടങ്ങി. മമ്മി അപ്പോൾ അത് വിളിച്ച് അവനെ കാണിച്ചു. ഞാൻ സർജറി കഴിഞ്ഞ് വന്നപ്പോൾ അവനൊന്ന് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ അവനെ അറിയാം, മനസ്സിലായി. പിന്നെ വിഷമമുണ്ട്, എന്നാലും കുഴപ്പമില്ല. എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ പാതി ഒരു സെഡേഷനിലായിരുന്നു. ജനറൽ അനസ്തേഷ്യ എനിക്ക്. GL ആയതുകൊണ്ട് കുറച്ച് ടഫായിരുന്നു. അനസ്തേഷ്യയുടെ ഇതൊക്കെ മാറി വന്നു. പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. ഓൾമോസ്റ്റ് ഇന്ന് ഡിസ്ചാർജ് ഉണ്ടാവും. ഡോക്ടർ വന്ന് കഴിഞ്ഞിട്ട് നോക്കി കഴിഞ്ഞിട്ട് ഡിസ്ചാർജിൻ്റെ കാര്യം പറയും. അപ്പോൾ അവർ വന്നപ്പോൾ ഡോക്ടറും ആ ടീമുമായിട്ടുള്ളൊരു ഫോട്ടോ എടുത്തതാണ് എനിക്കൊരു മെമ്മറിക്ക് വേണ്ടി. പിന്നെ ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് നടക്കുവാണ്. പപ്പയും ചേട്ടനും വന്നു. ഇന്ന് ഞങ്ങൾക്ക് ഡിസ്ചാർജാണ്. ഓക്കെ, വീട്ടിൽ പോവാണ്. വീട്ടിൽ ചെന്നപ്പോൾ പെസഹയായിരുന്നു. അപ്പവും പാലൊക്കെ മമ്മി ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം അപ്പവും പാലൊക്കെ മുറിച്ച് പെസഹ ആഘോഷവും. ഓക്കെ, ബൈ.